ചൂട് കൂടുകയാണ്. ബുധനാഴ്ച വരെ ഉയർന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. ദില്ലി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് ചൂടിന് കാഠിന്യമേറുക. പഞ്ചാബിലും ഹരിയാനയിലും ബീഹാറിലും ഉൾപ്പെടെ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. YS അഭിനന്ദ വിവരങ്ങൾ നൽകും. അഭിനന്ദ, ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് കേരളത്തിലെ ചൂട്. അതുക്കും മേലെയാണ് ഉത്തരേന്ത്യയിൽ എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഇന്ന് പ്രതീക്ഷിക്കുന്ന, വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അതോടൊപ്പം വേനൽ മഴയ്ക്കൊക്കെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ അഭിനന്ദ? ചൂട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലും പഞ്ചാബിലും ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ വലിയ ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തത്. 43 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില അത് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കം പറയുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശം അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ സ്കൂളിലെത്തുമ്പോൾ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ട് ഏൽക്കരുത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് ആശ്വാസമായി ഇന്ന് പലയിടങ്ങളിലും വേനൽ മഴ ഉണ്ടാകും എന്നതാണ്. ഡൽഹിയിൽ അടക്കം ഇന്ന് വൈകുന്നേരം 3 മണിക്കോടുകൂടി വേനൽ മഴ ഉണ്ടാകും. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരിക്കും ഇത്തരത്തിലേക്ക് വേനൽ മഴയും ലഭിക്കുക. പക്ഷെ വേനൽ മഴ ഉണ്ടായാൽ തന്നെയും അതിന്റെ ചൂടിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് മഴ മാറുമോ എന്നുള്ളതാണ് ആശങ്ക. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് തുടരുകയാണ്. ഇന്ന് 43 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് വ്യക്തമാക്കുന്നത്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അത് 50ലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും ചൂട്, അതിന്റെ കാഠിന്യം കേരളത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിക്കാസ് കീർത്തൻ.